ബലിപ്പെരുന്നാളിന്റെ ആഘോഷ നിറവിലാണ് ഗൾഫ് രാജ്യങ്ങൾ. യുഎഇയിൽ എല്ലാ എമിറേറ്റുകളിലെ പള്ളികളിലും പ്രാർത്ഥനകൾ നടന്നു. മലയാളികൾ അടക്കമുള്ളവർ കുടുംബസമേതവും കൂട്ടത്തോടെയുമാണ് പള്ളികളിലേക്ക് ഒഴുകിയെത്തിയത്. ആത്മസമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെയും ഓർമ്മ പുതുക്കിയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ബലിപ്പെരുന്നാൾ ആഘോഷം. ദൈവകൽപ്പന മാനിച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. യുഎഇയിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. നമസ്കാരത്തിന് ഏറെ മുൻപ് തന്നെ പള്ളികളുടെ അകത്തളങ്ങളും പുറത്തെ മൈതാനങ്ങളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പുലർച്ചെ 5:42 മുതലാണ് യുഎഇയിലെ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരവും ആരംഭിച്ചത്. ഷാർജ മസ്ജിദുൽ അസീസ് പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഹുസൈൻ സലഫി നേതൃത്വം നൽകി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് കിട്ടിയ ഒരു മകനാണ്. ആ മകനെ തന്നെ ബലി കഴിക്കണം എന്നുള്ള ഒരു പരീക്ഷണത്തിൻ്റെ കൽപ്പനയാണ് ഇബ്രാഹിം നബിക്ക് കിട്ടിയത്. ആ കൽപ്പന പോലും ഞാൻ ഏറ്റെടുക്കാൻ സന്നദ്ധനാണ് എന്ന് തെളിയിച്ചു. അത് നമുക്ക് നൽകുന്നൊരു പാഠം. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും, നമ്മുടെ ഒരേ താല്പര്യങ്ങളുണ്ടാകും, സ്വാർത്ഥതകളുണ്ടാകും. ആ സ്വാർത്ഥതകളെയും തന്നിഷ്ടങ്ങളെയും ഒക്കെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ അത് ബലി കഴിക്കണം. സ്രഷ്ടാവിൻ്റെ തൃപ്തിയാണ് പ്രധാനം. അതാണ് ഈ ത്യാഗത്തിൻ്റെ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. നമസ്കാരത്തിന് പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് ബന്ധുക്കളെ സന്ദർശിച്ച് ആശംസകൾ കൈമാറി പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവാസികൾ കടന്നു. ദിവസങ്ങൾ നീളുന്ന പ്രവാസികളുടെ പെരുന്നാൾ ആഘോഷത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ദുബായിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ, ജനം.